ഹലോ, ഏവർക്കും നമസ്കാരം. സ്പിരിറ്റിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് വരുന്നത്. ഒന്നാം ഭാഗത്ത് നമ്മള് ഈ സ്പിരിറ്റിനെ പെട്രോളിനോട് ചേർത്ത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യം ആണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാം ഭാഗത്ത് സ്പിരിറ്റിനെ പാനീയമായിട്ട് മാറ്റി ഉപയോഗിക്കുന്ന സംഗതിയെക്കുറിച്ചാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ എത്തനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ, സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന സംഗതിയുടെ ആഹ്, കൺസംപ്ഷൻ അത് കുടിക്കുന്നത്, അത് അത് ഉള്ളിലേക്ക് എടുക്കുന്നത് ആരോഗ്യത്തിന് ഏതളവിൽ ഹാനികരമാണെന്ന് ഉള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ പുതിയ നിഗമനം, പുതിയ മുന്നറിയിപ്പ് അതാണ്. അപ്പോ അത് കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ആ കഴിച്ചിട്ടില്ലാത്തവരത് ഒരിക്കലും തുടങ്ങാതിരിക്കുകയാണ് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. ഇനി ഇത് സ്പിരിറ്റിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ നമുക്ക് പലതരം പാനീയങ്ങൾ ഇതുള്ളത് അറിയാം. വിസ്കി, ബ്രാൻഡി എന്നൊക്കെ വിളിക്കുന്ന റമ്മ്, ജിൻ എന്നൊക്കെ വിളിക്കുന്ന ഇതൊക്കെ ഹാർഡ് ലിക്കർ എന്ന് പറയും. അതില് ആൽക്കഹോളിന്റെ ശതമാനം കൂടുതലാണ്. 40-42%, 50% വരെ ആകാമെന്നാണ് അതിലൊക്കെ. പക്ഷെ 40-42% വരുന്ന പാനീയങ്ങളാണിത്. ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ട് ഇതൊക്കെ വിദേശത്ത് നിർമ്മിക്കുന്നതിന് ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. സ്പിരിറ്റിന്റെ നിർമ്മാണം നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടു. മൊളാസസിൽ നിന്ന്, അതായത് പഞ്ചസാര മാറ്റിയിട്ട് അധികം വരുന്ന ആ, ഇത് കരിമ്പിന്റെ നീരിൽ പിന്നീട് അധികം വരുന്ന പഞ്ചസാരയെ, അതായത് വെള്ളത്തിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത പഞ്ചസാരയെ ആണ് അത് അവിടെ സ്പിരിറ്റ് ആയിട്ട് മാറ്റുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗ്രെയിൻസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഗ്രെയിൻസ് അരിയായാലും ഗോതമ്പായാലും എന്ത് ചെയ്യുക, അത് കഴുകി ഈ ഉമിയൊക്കെ മാറ്റി അത് പൊടിക്കുക, അല്ലെങ്കിൽ അരയ്ക്കുക. എന്നിട്ട് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് വേവിക്കുക. എന്നിട്ട് ഇതില് പല പലതരം ഈസ്റ്റ് ഒക്കെ വേണ്ടിവരും. കാരണം ഇതിലുള്ളത് അന്നജമാണ്. അന്നജത്തിനെ എന്ത് ചെയ്യണം, വിഘടിപ്പിച്ച് അതൊരു പഞ്ചസാരയായിട്ട് മാറ്റും. മാൾട്ടോസ് എന്ന് വിളിക്കുന്ന പഞ്ചസാര. സാധാരണ നമ്മള് കരിമ്പിനീരിൽ കാണുന്നത് സൂക്രോസ് എന്ന് വിളിക്കുന്ന പഞ്ചസാരയാണ്. അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയായിട്ട്. മാൾട്ടോസും മധുരമുള്ളതാണ്, സൂക്രോസിനോളം മധുരമുള്ളതല്ല. ഈ സ്റ്റാർച്ച് ഒക്കെ ഡീകമ്പോസ് ചെയ്താൽ അവിടെ അതിനെ വിഘടിപ്പിച്ചാൽ അവിടെ എത്തും. ഡീകമ്പോസ് എന്ന് പറഞ്ഞുകൂടാ, വിഘടിപ്പിച്ചാൽ അവിടെ എത്തും. തെറ്റിപ്പോയതാണ്. ഇനി ഈ മാൾട്ടോസിനെ വീണ്ടും വിഘടിപ്പിച്ചാൽ ഗ്ലൂക്കോസ് കിട്ടും. അതിന് ഇതില് ഇൻവെർട്ടൈസ് എന്ന് വിളിക്കുന്ന എൻസൈം ഉണ്ട്. പല എൻസൈമുകൾ അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗ്ലൂക്കോസിനെ ആൽക്കഹോളായിട്ട് മാറ്റാം. അപ്പൊ ഇതിനെ ഒരു സ്ലറി ആക്കിയിട്ട്, ഈ ഗ്രെയിൻസിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ലറി ആക്കിയിട്ട് ഫെർമെന്റ് ചെയ്യാനായിട്ടുള്ള ചേംബറുകളിൽ അതിന് വേണ്ട ഈസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് സമയം, അത് 7 ദിവസം മുതൽ അതിലധികം 2-3 ആഴ്ചയൊക്കെ, അതൊക്കെ ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ചിരിക്കും, വയ്ക്കുക. ഇത് വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൽ ഇതുണ്ടാവും, സ്പിരിറ്റ് ഉള്ള ഒരു സ്ലറി കിട്ടും. ആ സ്ലറി ഫിൽറ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്റ്റിൽ ചെയ്യാം. ഡിസ്റ്റിൽ ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുന്നു. റെക്ടിഫൈഡ് സ്പിരിറ്റിനെ നമുക്ക് അബ്സല്യൂട്ട് ആൽക്കഹോൾ ആയിട്ട് മാറ്റിയാലേ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ആയിക്കോട്ടെ. ഇനി വിസ്കി, ബ്രാൻഡി എന്നൊക്കെ പല ലേബലുകളിലുണ്ടല്ലോ. അതിന്റെ ട്രഡീഷണലായ മാനുഫാക്ചർ, അത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. വിസ്കി എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസിൽ നിന്ന്, ഗോതമ്പ് ബാർലിയിൽ നിന്നാണ്. ഈ പറഞ്ഞ പോലെ അതൊന്ന് ചെറുതായി ഒന്ന് ജെർമിനേറ്റ് ചെയ്ത് അത് കഴിഞ്ഞൊന്ന് തിളപ്പിച്ച് ഈ പറഞ്ഞ പോലെ അരച്ച് ഇത് ഫെർമെന്റ് ചെയ്യാൻ അവശേഷിപ്പിക്കുന്നു. ഫെർമെന്റ് ചെയ്തതിന് ശേഷം ഡിസ്റ്റിൽ ചെയ്യുക. അവിടെയും ഡിസ്റ്റിൽ ചെയ്യുക. ഡിസ്റ്റിലേഷനൊക്കെ മൾട്ടിപ്പിൾ ഡിസ്റ്റിലേഷൻ ഒക്കെ ഉണ്ട്. അതില് നല്ല ഡിസ്റ്റിലേഴ്സ് അത് ഹെഡ് ടെയിൽ ഒഴിവാക്കുക എന്ന് പറയും. അതായത് ആദ്യം വരുന്നതും ഏറ്റവും അവസാനം ഡിസ്റ്റിൽ ചെയ്ത് വരുന്നതും ഒഴിവാക്കുക. കാരണം അതില് ആൽക്കഹോൾ അല്ലാത്ത മറ്റു പല കോമ്പൗണ്ട്സ് ഉണ്ടാകാൻ വഴിയുണ്ട്. എന്നിട്ട് ആ മിഡ് പോർഷൻ ആണ് ഹാർട്ട് എന്നൊക്കെ പറയും. ഹാർട്ടാണ് അവരെടുക്കുക, നല്ല ഡിസ്റ്റിലേഴ്സ്. ഹെഡിലും ടെയിലും ഇത് ആൽക്കഹോളിനേക്കാൾ അപകടകരമായ സംഗതികളൊക്കെ ചെറിയ തോതിൽ ആൽഡിഹൈഡും മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇനി ബ്രാൻഡി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വൈറ്റ് ഗ്രേപ്പ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അത് ഈ അരച്ചതിന് ശേഷം നമ്മൾ ഗ്രേപ്പ് ഒക്കെ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒക്കെ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമല്ലോ. അതൊന്നും ചെയ്യില്ല. കാരണം ഈ ഗ്രേപ്പിന്റെ പുറത്ത് കുറച്ചൊരു ഈസ്റ്റ് മോൾഡ് ഒക്കെ ഉണ്ടാവും. അതാണ് വേണ്ട എൻസൈം തരുന്നത് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി മാറ്റി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. വീടുകളിൽ ഇത് ചെയ്യുമ്പോൾ അത് ആൽക്കഹോള് നമുക്ക് തീരെ കുറഞ്ഞ വൈൻ കിട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് ഈ പറഞ്ഞ ഫെർമെന്റേഷൻ ഇത് ചെയ്ത് ഫെർമെന്റേഷന് ശേഷം ഇതിനെ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുന്നു. മിഡിൽ പോർഷൻ എടുക്കുന്നു. ഇതിനെ പിന്നെ മച്യൂർ ചെയ്യാൻ വെക്കും. വിസ്കി ആയാലും ബ്രാൻഡി ആയാലും ഇതൊക്കെ ബാക്കിയുള്ള ഇതും അങ്ങനെ തന്നെ. മച്യൂർ ചെയ്യാൻ വുഡിന്റെ ക്യാനിലായിരിക്കും. അതിൽ ചാർക്കോൾ ഇട്ടിട്ടുണ്ടാവും, മറ്റു പലത്. കാരണം ചാർക്കോളൊക്കെ കുറച്ച് മറ്റ്
അംശങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് പോവുക. പിന്നെ ബ്രാൻഡിയുടെ കാര്യത്തിൽ അൺമച്ചുവേർഡ് ആയിട്ടുള്ളത്, കാരണം ഈ ഫ്രൂട്ടിന്റെ ഫ്ലേവർ ബ്രാൻഡി മറ്റു ഫ്രൂട്ട്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാം, ഗ്രേപ്പ് മാത്രമല്ല. ആ ഫ്രൂട്ടിന്റെ ഫ്ലേവർ ചിലത് റീറ്റെയിൻ ചെയ്യും, ചിലത്. അപ്പൊ ഫ്ലേവർ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഡിസ്റ്റിലേഷന് തൊട്ട് മുമ്പ് ഫ്രഷ് ഫ്രൂട്ട് ആഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ അത് അൺമച്ചുവേർഡ് ആയിട്ടുള്ള ബ്രാൻഡി ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് മച്ചുവർ ചെയ്യാൻ വുഡിന്റെ ക്യാനിൽ ഒക്കെ വെച്ചിട്ട് അത് ഫ്ലേവർ ഒക്കെ ചേർത്ത് കൊടുത്ത് വെച്ചിട്ട് അത് അബ്സോർബ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ രീതി. നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ആയിട്ട് ഇത് മറ്റ് റമ്മ് കരിമ്പൻ നീരിൽ നിന്ന് തന്നെയാണ്. ജിൻ എന്ന് പറയുന്നതും ഗ്രെയിൻസ് ആണ്. ഓട്കയും ഗ്രെയിൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്കയൊക്കെ ഒറിജിനൽ റഷ്യയാണ്, പിന്നീട് മറ്റു പലയിടത്തും ഉണ്ട്. അത് നിറമില്ലാത്തതാണ്, ഡിസ്റ്റിൽ ചെയ്ത് നിറമില്ലാത്ത സാധനമാണ്. എന്തോ ആയിക്കോട്ടെ, ഇതിലൊക്കെ അലൗഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 40-42% ആൽക്കഹോളാണ് ഈ പറഞ്ഞ ഹാർഡ് ലിക്കറിലൊക്കെ. ഇനി നമ്മുടെ നാട്ടിൽ ഇത് പക്ഷെ ഉണ്ടാക്കുന്ന മറ്റൊരു രീതിയിലാണ്. പ്രധാനമായും കരിമ്പനീരിലാണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്ന എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ട്രഡീഷണൽ ഉൽപാദന രീതി അല്ല ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോ ഇപ്പോ എവിടുന്ന് കൂടി ആരംഭിച്ചിരിക്കുന്നു, ഗ്രെയിൻസ് കൂടി ആരംഭിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ. അത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടി വ്യാപകമായിരിക്കുന്നു. കാരണം പെട്രോളിലൊക്കെ കലർത്താൻ വേണ്ടിയിട്ട് സ്പിരിറ്റിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് കരിമ്പനീരായാലും ഇതായാലും ഇത് ചെയ്തിട്ട് ഇവര് റെക്ടിഫൈഡ് സ്പിരിറ്റിൽ എത്തുന്നു. 95%, 95.6% ഒക്കെ ഉണ്ടാവും. ബാക്കി വെള്ളമായിരിക്കും. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ വീണ്ടും ഇത് ഡിസ്റ്റിൽ ചെയ്യും, ആവർത്തിച്ച് ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഇനി ഡിസ്റ്റിൽ ചെയ്യുന്ന എന്താണ്? ആൽക്കഹോൾ അല്ലാതെ, വെള്ളവും അല്ലാതെ അതിലുള്ള സംഗതികൾ മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഡിസ്റ്റിൽ ചെയ്ത് ന്യൂട്രൽ ആയിരിക്കണം. അതിനകത്ത് എന്തുണ്ടാകാൻ പാടില്ല? ആൽക്കഹോള് ചിലപ്പോൾ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് ഫെർമെന്റേഷൻ കടന്നാൽ, മറ്റു ചില സൂക്ഷ്മജീവികൾ ആക്ട് ചെയ്താൽ അത് വിനാഗിരിയായിട്ട് മാറും. അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്ന കെമിക്കലായിട്ട്. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം, ന്യൂട്രൽ ആയിരിക്കണം. അസിഡിക്കോ ആൽക്കലൈനോ ഒന്നും ആകാൻ പാടില്ല. അങ്ങനെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇതിൽ നിന്ന് ആവർത്തിച്ചുള്ള ഡിസ്റ്റിലേഷനിലൂടെ ആൽക്കഹോളും വെള്ളവും അല്ലാതെ ബാക്കി എല്ലാ കമ്പോണന്റിനെയും ഒഴിവാക്കിയിട്ട്, വെള്ളം വളരെ കുറവായിരിക്കും അതിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, ഈ 95 എന്ന് പറഞ്ഞ ശതമാനം ആൽക്കഹോൾ ആയിരിക്കും. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, കരിമ്പൻ നീരിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, ഇപ്പോൾ ഗ്രെയിൻസിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന എല്ലാ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ചില ഡിസ്റ്റിലറീസ് ഒക്കെ ഇപ്പോൾ അവര് ഈ പുറത്തേക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ട്രഡീഷണൽ മെത്തേഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ചില വിസ്കിയൊക്കെ വളരെ സിംഗിൾ മാൾട്ട് വിസ്കി, ഒറ്റ തരം ബാർലിയിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പൊതുവേ കിട്ടുന്നത് അത് വളരെ വില കൂടിയത് അവർ കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ്. അമൃത് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, അവരുടെ ചില സംഗതികളൊക്കെ ഉണ്ട്. അത് വിദേശത്തേക്കൊക്കെ വളരെ ഹിറ്റായ ഇന്ത്യൻ വിസ്കി വിദേശത്ത് വളരെ പ്രിയമുള്ള ഒരു വിസ്കിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഈ ബാർലിയിൽ നിന്നോ അല്ലെങ്കിൽ ഗോതമ്പിൽ നിന്നോ മറ്റോ ആണ്. സിംഗിൾ മാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ തവണ മാൾട്ട് ചെയ്യുന്ന, മാൾട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ജർമിനേറ്റ് ചെയ്ത് എടുക്കുന്ന സംഗതി എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ അങ്ങനെയല്ല. ഈ സ്പിരിറ്റ് ENA എന്ന് വിളിക്കുന്ന സ്പിരിറ്റ് ആണ് എന്തിനുപയോഗിക്കുന്നത്? നിർമ്മിക്കുക. അതിലേക്ക് ENA എന്ത് ചെയ്യാണ്? പിന്നീട് വെള്ളവും ചേർത്ത് ഡയല്യൂട്ട് ചെയ്യുന്നു, അതിന് ഫുഡ് കളർ ചേർത്ത് അതിന് നിറം നൽകുന്നു. എന്നിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും ഫ്ലേവർ, ബ്രാൻഡിയുടെ ഫ്ലേവർ ആകുമ്പോൾ അതിന് ഈ ഗ്രേപ്സിന്റെ എന്തെങ്കിലും ഫ്ലേവറും ഒക്കെ ചേർത്ത് ബോട്ടിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ തരവും അങ്ങനെയാണ്. ഇന്ത്യയിൽ പൊതുവെ ENA നിന്നാണ് ഈ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് ഹാർഡ് ലിക്കർ. ഇനി നമുക്ക് ബിയർ, വൈന് തുടങ്ങിയ സംഗതിയുണ്ട്. ബിയർ സാധാരണ ഗ്രെയിൻസിൽ നിന്നാണ് ബിയർ ഉൽപ്പാദിപ്പിക്കുന്നത്. വൈന് ഈ പറഞ്ഞ ഗ്രേപ്പിൽ നിന്നാണ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൽ നിന്നാണ്. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പ്രോസസ്സിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഫെർമെന്റേഷൻ വരെ ഉള്ളൂ, ഡിസ്റ്റിലേഷൻ ഇല്ല. ഫെർമെന്റ് ചെയ്തതിന് ശേഷം ഇത് ഫിൽറ്റർ ചെയ്ത് പല തോതിൽ പല രീതിയിലുള്ള ഫിൽട്രേഷൻ ഒക്കെ വെച്ചിട്ട് അതിൽ അവോയ്ഡ് ചെയ്യേണ്ടത് അത് പിന്നെ മച്ചുർ ചെയ്യാൻ വെക്കുക എന്നൊക്കെയുള്ള പ്രോസസ്സ് ഉണ്ട്. അത് വൈൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ മൈസൂറിന്റെ അടുത്ത് ചില വൈനറീസ് ഉണ്ട്, വൈൻയാർഡ് വൈനറീസ് ഉണ്ട്. അവിടെ പോയാൽ അതൊക്കെ കാണാൻ കഴിയും. അത് മുന്തിരിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ നിയമം എന്ന് വെച്ചാല് അത് ഫെർമെന്റ് ചെയ്ത് അതിൽ ഡിസ്റ്റിൽ ചെയ്ത സാധനം ഒന്നും ചേർക്കാൻ പാടില്ല, ഡിസ്റ്റിൽ ചെയ്യാൻ പാടില്ല, ഡിസ്റ്റിൽ ചെയ്ത സംഗതി ചേർക്കാൻ പാടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഈ ഫ്രൂട്ടിന്റെ അംശങ്ങളൊക്കെ റീറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനെ ഫിൽറ്റർ ചെയ്ത് പലതവണ ഫിൽറ്റർ ചെയ്ത് അത് ക്ലിയർ ആയിട്ട് നിൽക്കാൻ ഗ്ലിസറോൾ ഒക്കെ ചേർക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഗ്ലിസറോൾ ഒരു ഡിസിനസ് ഉണ്ടാക്കുന്നതാണ്, ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പൊ അതിലെ പെർസെന്റേജ് സാധാരണഗതിയിൽ
4-5% ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് വൈനായാലും വൈന് കുറച്ചുകൂടെ അധികം ഉണ്ടാവും. പിന്നെ ചില പ്രത്യേക പ്രോസസ്സിലൂടെ അതിൽ വർദ്ധിപ്പിക്കാറൊക്കെ ഉണ്ട്. പലപ്പോഴും പറയപ്പെടുന്നത് അവര് ഈ സ്ട്രോങ് ബിയർ എന്ന് പറഞ്ഞ സംഗതി മാർക്കറ്റിലേക്ക് പലപ്പോഴായി കൊണ്ടുവന്നപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ അല്പം സ്പിരിറ്റ് പിന്നീട് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ബിയറിൽ ഈ 4-5% ഉള്ളതിലേക്ക് ഇത് അല്പം സ്പിരിറ്റ് ചേർത്ത് കൊടുത്ത് സ്ട്രോങ് ആക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അത് ഒതന്റിക് ആയിട്ട് പറയാൻ മേല. വൈനിൽ 10%-ത്തിലൊക്കെ അധികം ഉണ്ടാകാറുണ്ട്. 12% ഒക്കെ ഉണ്ടാകാറുണ്ട്. അതും ഇത് ഫെർമെന്റേഷനിൽ തന്നെ ഉണ്ടാവണം എന്നാണ് നിയമം. ഒരുപക്ഷെ അവിടെയും അത് സ്ട്രോങ് ആക്കാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ടാകാം. അത് നിയമപരമാണോ അല്ലേ എന്നുള്ളത് ഒക്കെ ചോദ്യമാണ്. എനിക്കിപ്പോൾ അതിൽ കൂടുതൽ പറയാൻ കഴിയില്ല. അതാണ് അതേക്കുറിച്ചുള്ളത്. അപ്പൊ ഇതനുസരിച്ചാണ് ഇതിന്റെ ടാക്സ് നിരക്കൊക്കെ നിശ്ചയിക്കുന്നത്. ഞാൻ ആ മാതിരി കോൺട്രവേഴ്സിയിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇതാണ് ഈ ലിക്കറിന്റെ ഒക്കെ ഒരു സ്ഥിതി. സ്പിരിറ്റ് നിർമ്മിക്കുന്നത്, ഇന്ത്യയിൽ സ്പിരിറ്റ് നിർമ്മിക്കുന്നത് ഈ കരിമ്പിൻ നീരിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇനി പലതരം സംഗതികളുണ്ട് എന്നും. അപ്പോ ഇതിനാണ് ഈ ഹാർഡ് ലിക്കറിനാണ് വലിയ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബിയർ വൈനൊക്കെ വേറൊരു നികുതി നിരക്കാണ്. അപ്പോഴാണ് അവിടെയാണ് പുതിയ ഒരു സംഗതി വരാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു പുതിയ കാറ്റഗറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് ഹോർട്ടി വൈൻ. അതായത് മറ്റ് ഫലങ്ങളുണ്ടല്ലോ, ഫ്രൂട്ട്സ്, കൈതച്ചക്കയാകാം, കശുമാങ്ങയാകാം, അല്ലെങ്കിൽ മാമ്പഴമാകാം, വാഴപ്പഴമാകാം, മറ്റ് പഴങ്ങൾ. അത് എന്ത് ചെയ്യാറുണ്ട്? ആൾക്കാർ വൈൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കൃഷി ചെയ്യുന്നവരും വലിയ തോട്ടമൊക്കെ ഉള്ളവരും ഒക്കെ വൈൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അത് ഒക്കെ പലയിടത്തും ഈ ചാമ്പയ്ക്കയിൽ നിന്നുള്ള വൈനൊക്കെ ലഭ്യമാണ്. മൈസൂരിൽ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മൈസൂരിൽ കൂർഗിലെ ചില സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ എസ്റ്റേറ്റിലൊക്കെ ചാമ്പയ്ക്ക വൈനൊക്കെ ഞാൻ രുചിച്ചു നോക്കിയിട്ടുള്ള സംഗതിയാണ് അവിടെ പോയപ്പോൾ. ചെറിയ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള വൈന് അവിടെ കിട്ടും. അപ്പോ അതിനെ നിയമവിധേയമാക്കുകയും അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഈ കേരളത്തിലുണ്ടായി. അത് കർഷകർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്നാണ് പറഞ്ഞത്. കാരണം ഇത് നമുക്കറിയാം, പല എസ്റ്റേറ്റുകളിലും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. അതിനൊരു നിയമസാധുത കൊടുക്കുക. അത് പക്ഷെ അത് എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ നിയമം, അതിന്റെ നിബന്ധന എന്താന്ന് വെച്ചാൽ അതിൽ ഈ സ്പിരിറ്റ് ചേർക്കാൻ പാടില്ല. ഇത് ഫെർമെന്റ് ചെയ്ത് സാധാരണ പ്രോസസ്സിൽ അത് അരിച്ചെടുക്കുക. ഒരു നാടൻ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ രീതിയിലായിരിക്കാം അത് അരിച്ചെടുക്കുക എന്ന നിലയിലാണ് അത് വന്നത്. ഇത് കൂടാതെ ഈ ലിക്വർ കമ്പനികൾ ഇപ്പോ പറയുന്ന ബെക്കാഡിയാകാം, മറ്റു കമ്പനികൾ പലരും അത് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ അതിന്റെ അപേക്ഷ വേറെ കമ്പനിയുടെ അപേക്ഷ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അതെന്ന് വെച്ചാൽ സ്പിരിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം സ്പിരിറ്റിനെ ബ്ലെൻഡ് ചെയ്യുക. യഥാർത്ഥ സ്പിരിറ്റിനെ ബ്ലെൻഡ് ചെയ്യുന്നതാണ് വിസ്കിയും ബ്രാൻഡിയും എല്ലാം ഇവിടെ. അപ്പൊ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് കുറച്ച് 5%, 10%, 15%-ത്തിലോ ഒക്കെ ഡ്രിങ്ക്സ് ഉണ്ടാക്കുക. പല ഫ്ലേവർ ചേർത്ത് ഇത് ഇവർക്ക് ഈ കമ്പനിക്കൊക്കെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ, കാരണം ആൽക്കഹോളിന്റെ ഒരു ചെറിയ ബിറ്റർ ടേസ്റ്റ് ഉണ്ട്, അതിനെ സപ്രസ് ചെയ്യുകയും ഇതൊരു ആൽക്കഹോളിക് ഡ്രിങ്ക് അല്ലാത്ത രീതിയിൽ അതിനെ പലതരം ഫ്രൂട്ട്സിന്റെ ഫ്ലേവറുകളും ഒക്കെ ചേർത്ത് മാറ്റിയെടുക്കുക. ഇപ്പോൾ തന്നെ ഈ ഹാർഡ് ലിക്കറിൽ ഫ്ലേവറുകൾ, പലതരം ഫ്ലേവറുകൾ ചേർത്തതൊക്കെ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പലതരം വിദേശ കമ്പനികളുടെ സബ്സിഡിയറീസ് ഇവിടെ തുടങ്ങുന്നത്. ഈ ബെക്കാഡി എന്ന് പറഞ്ഞ കമ്പനി യഥാർത്ഥത്തിൽ ക്യൂബയിലാണ് തുടങ്ങുന്നത്. അവരുടേത് വൈറ്റ് റം എന്ന് വിളിക്കുന്ന സംഗതിയായിരുന്നു. അവരുടെ ഒറിജിനൽ സംഗതി വൈറ്റ് റം, അതായത് കളറില്ലാത്ത റം. ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്ന സംഗതി തന്നെ. നമ്മളും പഴയ പട്ടച്ചാരായം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പക്ഷെ അതിന് കരാമലിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിന്റെ ഫ്ലേവർ അങ്ങനെയാണ്. ഈ റം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അത് ക്യൂബയിൽ തുടങ്ങി. ക്യൂബയിലെ ആദ്യത്തെ അവരുടെ ഈ ദേശീയ പ്രസ്ഥാനത്തോടൊക്കെ താല്പര്യത്തോടെ നിന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷെ പിന്നീട് ക്യൂബയില് വിപ്ലവം ഉണ്ടാകുന്നു. അത് ദേശീയ പ്രസ്ഥാനം വളർന്നത് അധികാരത്തിലെത്തുന്നു. അധികാരത്തിലെത്തുമ്പോൾ അത് ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പിന്നീടാണ് അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. വളരെ ശേഷമാണ്. ഇതിലാദ്യം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ ഫിദൽ കാസ്ട്രോ. ആയിക്കോട്ടെ, അതിനുശേഷം ഇവര് ഈ പുതിയ റഷ്യയുമായിട്ട് ഇവർക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഇവരുടെ ഓപ്പറേഷൻ അവിടെ നിന്ന് മാറ്റി. ഇത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബർമുഡ എന്ന് വിളിക്കുന്ന കരീബിയൻ ദ്വീപിലാണ്. അത് ബ്രിട്ടീഷ് അധീനതയിലുള്ള കരീബിയൻ ദ്വീപില് അവിടുത്തെ കമ്പനിയാണ്. തന്നെയുമല്ല അവരുടെ ആക്ടിവിറ്റി USA ബേസ് ചെയ്തിട്ടുണ്ട്. USA അവരുടെ ആക്ടിവിറ്റി എല്ലാം ഈ ക്യൂബയിലെ ഗവൺമെന്റിനെതിരായ ആക്ടിവിറ്റീസ് ആണ് അത് അവരേർപ്പെടുന്നത്. എന്തുമായിട്ട് അത് അതിന്റെ മറ്റു രാഷ്ട്രീയം, ഞാനത് പറഞ്ഞു എന്ന് മാത്രം.
അവരും മറ്റു പല കമ്പനികളും ഇത് ഇറക്കുന്നുണ്ട്. ഇത് ഇതിനെ ഫ്ലേവർ ചെയ്യുക, ഇതിന്റെ ആൽക്കഹോൾ മിക്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഒരു കലയായിട്ടാണ് ഇതിനെ പറയുന്നത്. അപ്പോ ഇതിൽ വലിയ ഫ്ലേവറിലൊക്കെ മിക്സ് ചെയ്ത് അതവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തരം മിക്സ് ചെയ്ത് നമ്മള് ദുബായിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഇത്തരം സംഗതികൾ ഇരിക്കുക. അത് ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ് പൊതുവെ. സ്ത്രീകളെയും കഴിച്ചു തുടങ്ങുന്നവരെയുമാണ് ഈ ലിക്കർ. കാരണം ഈ ബഗാഡി കമ്പനിയുടെ ആദ്യത്തെ അപേക്ഷയിൽ അങ്ങനെയായിരുന്നു. അതായത് വലിയ പാർട്ടികളും അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ കേരളത്തിൽ നടത്താൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാല് സ്ത്രീകൾക്ക് പറ്റിയ സ്ത്രീകളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഇതിന്റെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുതിയൊരു സെക്ട് ഓഫ് കൺസ്യൂമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ലോഞ്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അത് സ്ത്രീകളാണ്. സ്ത്രീകൾ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ കുറവാണ് എന്നാണ് വളരെ കുറവാണെന്നാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള നിഗമനം അല്ല. സ്റ്റഡിയൊക്കെ ഉണ്ട്. സ്റ്റഡിയിലൊക്കെ സ്ത്രീകളുടെ പെർസെന്റേജ് വളരെ താഴെയാണ് കേരളത്തിൽ, മറ്റ് പല സംസ്ഥാനങ്ങളെക്കാൾ അപേക്ഷിച്ചാൽ. അപ്പൊ അതൊന്ന് വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് കമ്പനികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം അവർ പുതിയൊരു അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഇത് കഴിച്ചു തുടങ്ങുന്നവർക്കും. അപ്പൊ ഇത് റെഡി ടു ഡ്രിങ്ക് ആണ്. മിക്സ് ചെയ്തെല്ലാം റെഡി ടു ഡ്രിങ്ക് ആണ്. 5% 6% ഒക്കെ ഉണ്ടാവുള്ളൂ ആൽക്കഹോള്. ബാക്കി അതിന് നല്ല ഹണി ഫ്ലേവർ ഉണ്ടാകാം, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാകാം, മറ്റേതെങ്കിലും ഫ്ലേവർ ഒക്കെ ഉണ്ടാകാം, പലതരം ഫ്രൂട്ട്സിന്റെ മിക്സഡ് ഫ്ലേവർ ഉണ്ടാകാം. ഇതൊക്കെ ചേർത്ത് വളരെ മനോഹരമാക്കി കിട്ടും. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്ന പോലെ കഴിച്ചു പോകാം. ഇത് ക്യാമഫ്ലാഷ്ഡ് ആയിരിക്കും. ഇതിന്റെ ഒരു ബിറ്റർ ടേസ്റ്റ് ഇതിൽ ക്യാമഫ്ലാഷ്ഡ് ആയിരിക്കും. അതിന്റെ സ്മെല്ലും ക്യാമഫ്ലാഷ്ഡ് ആയിരിക്കും. ഒരു പരിധി വരെ ക്യാമഫ്ലാഷ്ഡ് ആയിരിക്കും. ആൽക്കഹോളിന്റെ അത്ര ക്യാമഫ്ലാഷ് ചെയ്യാൻ പറ്റില്ല സ്മെല്ല്. കാരണം അത് എവാപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ചെറിയ സ്മെല്ല് എന്തൊക്കെയായാലും വരും. എങ്കിലും ഒരു പരിധി വരെ ക്യാമഫ്ലാഷ്ഡ് ആയിരിക്കും സ്മെല്ലും. അത്തരം ഡ്രിങ്ക് ആണ് വരാൻ പോകുന്നത്. അത് നമുക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ അതേക്കുറിച്ച്. ഓക്കെ, ബൈ, താങ്ക് യു.